ദേവു ചുമ്മാ ഇരിക്കാതെ ആ തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി പെരക്കൊക്കെ ഒക്കെ ഒന്ന് തൂത്തിട്ട് ദേവു. അവിടെ ചുമ്മാ ഇരിക്കുന്നതായിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ലയോ? നീ അവിടെയും ചുമ്മാ തല്ലി ഇരിക്കുന്നേ. ബാക്കി തേങ്ങ കൂടെ തിരുമ്മി ഫ്രിഡ്ജ് വെച്ചിട്ട് പോകാവേ. എനിക്കറിയാം നീ എന്ത് ചിന്തിക്കുന്നതെന്ന്. അടുത്ത ആഴ്ച നീ വരത്തില്ല തല്ലിയോ. ഹലോ, ആണോ? എന്തോ മോളോ? ശരി എന്നാ ഞാൻ നോക്കട്ടെ. എന്തോ അമ്മേ? അജിത പ്രസവിച്ചെന്ന് മോളാണ്. എത്രാമത്തെയാ? 4ാമത്തെ അല്ലയോ? നമ്പർ എന്തിയേ? ആരുടെ അമ്മേ? അവളെ വേദിട്ട് കുളിപ്പിക്കാനൊക്കെ ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരു ചേച്ചിയില്ലായിരുന്നോ? എന്തിനാ അമ്മേ അവരെയൊക്കെ വിളിക്കുന്നത്? പിന്നെ വർഷങ്ങൾ കഴിയുമ്പോ ഈ പ്രസവിച്ച ആന്റിക്ക് എണീക്കാൻ പോലും പറ്റാതെ ചൂടുവെള്ളത്തിലോട്ടിട്ട് മുക്കി എടുക്കുന്ന പോലൊക്കെയാണോ? പിന്നെ എന്തൊക്കെ പെയിൻ ആയിരിക്കും അറിയാവോ? അമ്മ ഒരു കാര്യം ചെയ്യും, ആന്റിയെ വിളിച്ചിട്ട് പറ സഹ്യായുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാൻ. അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തുവാന്ന് അറിയാമോ? മെഡിസിൻസ് ഒക്കെ അവർ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് അവരവിടെ നിയമിച്ചിരിക്കുന്നത്. കുഞ്ഞിന് എന്ത് കൊടുക്കണം, അമ്മയ്ക്ക് എന്ത് കൊടുക്കണം, എപ്പോഴൊക്കെ കൊടുക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഫുഡ് കൊടുക്കണം എന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. എന്നാ പിന്നെ ഞാൻ അവർക്ക് ആ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അത് മതി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അയ്യോ, ആ തേങ്ങ മൊത്തം തീർത്തോ ദേവു? ഇത്ര എടുത്തുള്ള നീ ഇനി തന്നെ അത്